പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന നിരാശാജനകമായ ഒരു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറി. കേരളത്തെ മനഃപൂർവ്വം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ബീഹാറിനും ആസാമിനും മാത്രമായി വാരിക്കോരി കൊടുക്കുകയും ചെയ്ത ബഡ്ജറ്റായി, നെറികെട്ട ബഡ്ജറ്റായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ത്യക്ക് വമ്പൻ കെണികൾ ഒളിഞ്ഞിരിക്കുന്ന കുരുക്കാണ് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. കേരളത്തിന്റെ വിഴിഞ്ഞവും വയനാട് പാക്കേജും എയിംസും അടക്കം കേരളത്തെ മുഴുവനായും അവഗണിച്ച് ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ് കേന്ദ്രം. രാജ്യം ഭരിക്കുന്ന സർക്കാർ തുല്യനീതിയാണ് നിലനിർത്തേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് കേരളത്തെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. 73,000 കോടി തരേണ്ടെടുത്ത് വെറും 32 കോടി മാത്രമാണ് കേരളത്തിന് നീക്കിവെച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വളർച്ച കാർഷിക മേഖലയിലാണെന്നിരിക്കെ ആ മേഖലയിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടന്നു വരുന്നതാണ്. അതിലും ഒരു വർധനവുമില്ല.